ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പാകിസ്ഥാൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ താരങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ വനിതാ ക്രിക്കറ്റിനാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. 5 പേർക്ക് പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ബാക്കിയുള്ള താരങ്ങൾ രക്ഷപ്പെട്ടു. പാകിസ്ഥാന്റെ സ്വന്തം താരങ്ങൾക്ക് പോലും സുരക്ഷയില്ല. ഈ സ്ഥലത്തേക്കാണ് ഇന്ത്യൻ ടീമിനോട് കളിക്കാൻ വരാൻ ആവശ്യപ്പെടുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോയാൽ പിന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കില്ല. അത് BCCIക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വരില്ലെന്ന് BCCI പറഞ്ഞത്. തിങ്കളാഴ്ചയാണ് ക്രിക്കറ്റ് താരങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. നിലവിൽ ആർക്കും തന്നെ ഗുരുതര പരിക്കില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. സഞ്ജു T20യിൽ 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിലും സഞ്ജുവിനെ T20 ടീമിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ T20യിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന താരങ്ങളെ ഇതുവരെ ഇറക്കിയിട്ടില്ല. അവരെ മാറ്റി നിർത്തിയാണ് സഞ്ജുവിന് അവസരം കൊടുത്തത്. പക്ഷേ സഞ്ജു ഫോം ആവുകയും ചെയ്തു. അതുകൊണ്ട് ജയ്സ്വാൾ, ഋതുരാജ്, ഗില്ല്, ഋഷഭ് പന്ത് ഇവർ വരുമ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം തെറിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിലും മലയാളികളോട് BCCIക്ക് പുച്ഛമാണ്. മലയാളികൾ ഡബിൾ സെഞ്ചുറി അടിച്ചാലും അവരെ ടീമിൽ നിന്ന് പുറത്താക്കും. പണ്ടിതുപോലെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ കരുൺ നായരെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് T20യിലെ സഞ്ജുവിന്റെ സ്ഥാനം അത്ര സുരക്ഷിതമല്ല. മത്സരശേഷം സൂര്യകുമാറും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഞ്ജുവിന്റെ സ്ഥാനം സേഫ് അല്ലെന്നാണ്. T20യിലെ സ്ഥിര കളിക്കാർ തിരിച്ചു വരുമ്പോൾ സഞ്ജുവിനെ ഒഴിവാക്കിയേക്കും. ഇതുപോലത്തെ ഒരു മുട്ടൻ പണി സഞ്ജുവിനെ കിട്ടുമെന്ന് ആരും കരുതിയില്ല. ഒരുപാട് കാലമായി സഞ്ജുവിനെ അവഗണിക്കുന്നു. കോച്ച് ഗംഭീർ വന്നപ്പോഴാണ് സഞ്ജുവിന് അവസരം കിട്ടിയത്. ഇനിയും സഞ്ജുവിനെ T20 ടീമിൽ നിന്ന് മാറ്റിയാൽ പിന്നെ സഞ്ജുവിന് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.